നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. അവൾക്ക് പിന്നാലെ കൊണ്ടുവരുന്ന നിസാമുദ്ദീൻ്റെ ഡെഡ് ബോഡിയിലേക്ക് പോയി സതീഷിൻ്റെ കണ്ണുകൾ. പേഷ്യൻറ്റിൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ ആരെങ്കിലും സൈൻ ചെയ്യണം, എങ്കിലേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റൂ. ഒരു സിസ്റ്റർ വന്നു പറഞ്ഞതും തുരപ്പൻ പതുക്കെ സതീഷിൻ്റെ ചെവിയോരം ചേർന്നു. അണ്ണാ, ഒപ്പിട്ട് കൊടുക്കരുത്, അങ്ങനെ അവനെ ഓപ്പറേഷൻ ചെയ്യണ്ട. എടാ പൊട്ട, അതിന് ഞാനാണോ അവൻ്റെ ബന്ധു? കിച്ചൻ ഇപ്പോൾ ആ തന്തപ്പടിയെ വിളിച്ചു പറയും. പിന്നെ പോലീസും പോയിട്ടുണ്ട് അങ്ങോട്ട്, അവർ വിളിച്ചോണ്ട് വരും. വേണമെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കട്ടെ. അവർ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങ് പോവായിരുന്നു. സതീഷ് വാച്ചിലേക്ക് നോക്കുമ്പോൾ സിസ്റ്റർ ഒന്നുകൂടി മുരടനക്കി. അതെ, സൈൻ ചെയ്യണം. എൻ്റെ പൊന്ന് സിസ്റ്ററെ, ആ അകത്ത് കിടക്കുന്നവൻ്റെ അച്ഛൻ ഇപ്പോൾ വരും, അങ്ങേര് വന്നിട്ട് ഇട്ടാൽ പോരെ. ഇനി അഥവാ ഓപ്പറേഷൻ ചെയ്യാൻ താമസിച്ചാൽ അവനങ്ങ് ചത്തുപോകും, അത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ സഹിച്ചോളാം. അല്ല പിന്നെ എന്ത് ബന്ധുക്കളാണോ നിങ്ങൾ? പാവം ഒരു പയ്യൻ്റെ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നല്ലാതെ കിടക്കുമ്പോൾ എങ്ങനെ തോന്നുന്നിങ്ങനെ പറയാൻ? സിസ്റ്റർ കണ്ണൊന്ന് തള്ളി. പാവം പയ്യനോ? അവനോ? അവന് ബോധമുണ്ടെങ്കിലേ സിസ്റ്റർ ഇവിടെ ഇപ്പോൾ ഇരട്ട പറ്റേനെ. തുരപ്പനിടയിൽ കയറിയത് സതീഷ് അവനെ പുറകോട്ട് വലിച്ചു. മിണ്ടാതിരിക്കണ. ശ്, എന്തൊരു മനുഷ്യരെ ഇത്! കൊണ്ടുവന്ന ഫയൽ മടക്കി അവരകത്തേക്ക് പോകുമ്പോൾ സതീഷ് തുരപ്പനടുത്തേക്ക് നീങ്ങി നിന്നു. നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ആ പോലീസുകാർ കോശി സാറിൻ്റെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. അല്പം മാറി നിൽക്കുന്ന പോലീസിലേക്ക് പോയി സതീശൻ്റെ കണ്ണുകൾ. അല്ലെങ്കിൽ നമ്മളെന്തിനാണ് പേടിക്കുന്നേ? അവനല്ലേ ആ ആനയുടെ മൂട്ടിലേക്ക് ഓടിക്കറിയത്. ലക്ഷ്മി കുഞ്ഞ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഓടിപ്പോയതല്ലേ. ഞാനും എല്ലാവരോടും അങ്ങനെ പറഞ്ഞു. തുരപ്പൻ ചിരിയോടെ കസരയിലേക്കിരുന്നു. ഇവൻ്റെ ആൾക്കാർ വന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു, അല്ലേ അണ്ണാ? തുരപ്പൻ വാച്ചിലേക്ക് നോക്കുമ്പോൾ സതീഷ് അവനടുത്തേക്കിരുന്ന് ചിത്രയെ വിളിക്കാൻ ഫോൺ കയ്യിലെടുത്തു. മാർക്കു, നീ അവിടെ പിടിക്ക്, ഞാനിവിടെ പിടിക്കാം. സെറ്റായി. ഇനി ആ പില്ലോ കൂടി താ. കിച്ചൻ്റെ കാറിലെ നടുക്കത്തെ സീറ്റിൽ വൃത്തിയുള്ള ബെഡ്ഷീറ്റ് വിരിച്ച് അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന മാർക്കുവിന് നേരെ കൈ നീട്ടി ചെറുക്കൻ. ഈ ചെറുത് വെച്ചാൽ മതിയെന്ന്. അവൾ ഒരു കുഞ്ഞു പില്ലോ മറുവശത്തുനിന്ന് നീട്ടിയതും അത് എത്തിപ്പിടിച്ച അമ്പാടി. ഇത് മതി, നടുവിന് സപ്പോർട്ട് കൊടുക്കാനാണ്. അല്ല, ചോദിക്കാൻ മറന്നുപോയി, പിള്ളേർ രണ്ടും തനിച്ചിവിടെ ഇരിക്കുവോ? ആ പില്ലോ ഒന്ന് കൊട്ടി സീറ്റിലേക്ക് വെച്ച അമ്പാടി. രണ്ടുപേരെയും രാവിലെ ട്യൂഷന് വിട്ടിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. ഇനി പോകുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകണം. അമ്പാടി. ആ നിമിഷം ചിത്ര ഫോണും കൊണ്ട് പുറത്തേക്ക് വന്നു. എന്താ ചിത്രാമ്മേ? കാറിൻ്റെ ഡോർ അടിച്ചവൻ ചെല്ലുമ്പോൾ ചിത്ര ചുറ്റും നോക്കി. കിച്ചൻ എവിടെ? ആ സദാനന്ദ മാമനെ വിളിക്കണമെന്ന് പറഞ്ഞ് ലച്ചു ചേച്ചിയുടെ ഫോണും കൊണ്ട് ഇതുവഴിയെല്ലാം നടക്കുന്നു കണ്ടു. ആ, ഇതാ വരുന്നുണ്ടല്ലോ. അയാളെ കിട്ടിയോ ചേട്ടാ? അമ്പാടി കിച്ചന് നേരെ തിരിഞ്ഞു. ഇല്ലടാ, അയാൾ ഫോൺ എടുക്കുന്നില്ല. ലച്ചുവിൻ്റെ നമ്പർ അറിയാം. അപ്പം എന്തോ പണി കെട്ടിയെന്ന് വിചാരിച്ചെടുക്കാത്തതാ. പഠിച്ച കള്ളനാ നാറി. അവനെ കൂടി അങ്ങ് തീർക്കേണ്ടതായിരുന്നു. കിച്ചൻ പല്ല് കടിച്ചതും ചിത്ര പുറത്തേക്ക് ഇറങ്ങി. നീ ഇനി ആരെയും തീർക്കാനും തലോടാനും ഒന്നും പോവണ്ട. അയാൾക്ക് ജീവിതകാലം മുഴുവൻ കണ്ണീരിനുള്ള വക കണ്ണം കൊടുത്തില്ലേ, അത് മതി. അല്ല, ചിത്രാമ്മ എന്തിനാ കിച്ചേട്ടനെ അന്വേഷിച്ചേ? അമ്പാടി അവർക്കടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. എടാ മോനെ, സതീഷേട്ടൻ ഇപ്പോൾ വിളിച്ചു. നിങ്ങളെ തന്നെ വിടണ്ട, ഞാൻ കൂടെ മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പറഞ്ഞു. ഒന്നാമത് ആ കൊമ്പനിറങ്ങി റോഡ് കുത്തി ഇളക്കിയിട്ടുണ്ട്. ആ വഴി സുധിയം കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. പിള്ളേരാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലും. ചിത്ര അമ്പാടിയെ നോക്കി. പിള്ളേരെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം ചിത്രാമ്മേ. ഇവരെ 3 പേരെയും കൂടി അമ്മയുടെ അടുത്തേക്ക് ഏൽപ്പിച്ചാൽ പോരെ? ഒന്നാമത് 3 പേരെയും കാണണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. അമ്പാടി പറഞ്ഞുകൊണ്ട് മാർക്കുവിനെ നോക്കിയതും നാണം കൊണ്ട് മുഖം താഴ്ത്തി അവൾ. അയ്യടാ, അമ്മായിയമ്മ ഇപ്പോഴേ ചാക്കി കയറ്റാന്ന്. രണ്ടിനും വെറുതെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കിച്ചൻ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് ചുണ്ടു കൂർപ്പിച്ചു. പോയിച്ചേട്ടാ. ചെറിയ നാണത്തോടെ അവൻ തലയാട്ടിയതും ചിത്ര കയ്യിലിരുന്ന ചാവി അവന് നേരെ നീട്ടി. ഇന്ന എൻ്റെ കാറിൻ്റെ ചാവി. പിള്ളേരെ 3നെയും ഉമയെ ഏൽപ്പിച്ച്
ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ചിത്ര പറഞ്ഞതും അമ്പാടി കണ്ണു തള്ളി. ആഹാ, അപ്പോൾ ഇതകത്ത് വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഒന്ന് ഷോ കാണിച്ചതല്ലേ? അവൻ ചാവി വാങ്ങിയിട്ട് കണ്ണു കൂർപ്പിച്ചു. പോടാ അവിടുന്ന്, കൊച്ചിനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. മോള് ചെല്ല്, അമ്മ വൈകുന്നേരം വന്ന് വിളിക്കാം. അവൾക്ക് നിർദ്ദേശം നൽകി അവരെ കാറിൽ വിട്ടുകൊണ്ട് കിച്ചനെ നോക്കി ചിത്ര. എടാ, നീ പറഞ്ഞ പോലെ ദേവിച്ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞു ഞാൻ. അവർ ഓൾറെഡി തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട്. സരോജേച്ചിയോട് പറയണ്ടെന്നും പറഞ്ഞു. പിന്നെ അതു മതി കരഞ്ഞു കൂവി ഹർഷൻ്റെ അമ്മയെ അറിയിക്കാൻ. ആ സ്ത്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ പാവം തോന്നുന്നു. ആകെയുള്ളൊരു മോനല്ലേ, എന്ത് ചെയ്യാനാ? തല തിരിഞ്ഞു പോയാൽ പിന്നെ നഷ്ടം അമ്മമാർക്ക് തന്നെയാ. അവരോർത്തു. അവരെ ഓർത്ത് എനിക്കും സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ ചേച്ചി? അവരൊരു പാവ സ്ത്രീയായിരുന്നു. അവൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ശിക്ഷ അത് അവന് കിട്ടിയല്ലേ തീരൂ. അമ്മായിക്ക് അവകാശപ്പെട്ടത് കൂടി തട്ടിയെടുത്തത് ആർക്കു വേണ്ടിയാ? ആ തലതിരിഞ്ഞവന് വേണ്ടിയല്ലേ? എന്നിട്ട് എന്തായി? അത് മുഴുവൻ വിറ്റാൽ പോലും അവനെ രക്ഷിക്കാൻ അയാൾക്ക് കഴിയില്ല. സമ്മതിക്കില്ല ഞാൻ. അവൻ്റെ ഒരു വിരൽ അനങ്ങിയാൽ അത് വെട്ടി നുറുക്കും. കിച്ചൻ പല്ല് കടിച്ചതും അവൻ്റെ തോളിൽ തട്ടി ചിത്ര. മോനെ, അത്രയ്ക്ക് സങ്കടമുണ്ട് ചിത്രേച്ചി. പാവമല്ലായിരുന്നു എൻ്റെ കാത്തുവെച്ചി. സുധിയെപ്പോലെ തന്നെ അവരെ രണ്ടുപേരെയും കണ്ടു പഠിക്കാനാണ് അച്ഛൻ എന്നോടും ലച്ചുനോടും പറഞ്ഞത്. ഞങ്ങൾ ഭയങ്കര കുസൃതിയായിരുന്നു. കിച്ചൻ മാവിൻ്റെ കെട്ടിലിരിക്കുമ്പോൾ അവനൊപ്പം ഇരുന്ന് ചിത്രയും. ലച്ചു ആണെങ്കിൽ അമ്മാവൻ്റെ കൂടെ കൂപ്പിപ്പോയി അവിടുന്ന് വരുന്ന ലോറിക്കാർ പറയുന്ന തെറി മൊത്തം പഠിച്ചുകൊണ്ട് വന്ന് എന്നെ പഠിപ്പിക്കും. എന്നിട്ട് വഴക്കിടുമ്പോൾ ഞങ്ങൾ പരസ്പരം അത് വിളിക്കും. ആ സമയം എൻ്റെ കാത്തു ചേച്ചി വാ പൊളിച്ച് നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. ഒരു കുഞ്ഞു പുളിവടി എടുത്ത് നോവാതെ ഞങ്ങളെ രണ്ടുപേരെയും തല്ലും. എൻ്റെ അമ്മ തന്നെയായിരുന്നു എൻ്റെ ചേച്ചി. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ചിത്ര ചേച്ചിയെപ്പോലെ എൻ്റെ കൂടെ കാണില്ലായിരുന്നോ? ഒരമ്മയെപ്പോലെ, ഒരു ചേച്ചിയെപ്പോലെ. കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ തേങ്ങലടിക്കുമ്പോൾ ചിത്രയും ഒഴുകി വന്ന കണ്ണീർ തുടച്ചു. ആ പോട്ട മോനെ, എല്ലാം വിധിയാണ്. നമ്മുടെ കൊച്ചിന് ആയുസ് അത്രയും ദൈവം കൊടുത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കാം. ചിത്രേച്ചി, നിങ്ങളെല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കില്ലേ, ഞാൻ എന്തുകൊണ്ടാണ് കോവിലിൽ പോകാത്തത്, എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തത് എന്നൊക്കെ. അതിനുത്തരം എൻ്റെ കാത്തു ചേച്ചിയാണ്. എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തോട് എനിക്ക് വെറുപ്പായിരുന്നു. അന്ന് 12 വയസ്സിലാണ് അവസാനമായി ആ ഭഗവാന്റെ മുമ്പിൽ കൈയെടുത്ത് തൊഴുതത് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും ഭഗവാനെ തൊഴുന്നു. എങ്കിൽ അതിന് കാരണം എൻ്റെ ലച്ചുവാണ്. ഇന്നെനിക്ക് വിശ്വാസമാണ് ആ ഭഗവാനെ. അവളെ എനിക്ക് തന്നത് ആ ഭഗവാനാണ്. എൻ്റെ കാത്തു ചേച്ചിയുടെ കൊലപാതകയെ എനിക്ക് കാണിച്ചു തന്നതും ആ ഭഗവാൻ തന്നെയാണ്. കിച്ചൻ ശ്വാസം എടുത്തു വിടുമ്പോൾ ആ കയ്യിൽ പിടിച്ച ചിത്ര. കിച്ച, ഹർഷൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ അവനാണെന്ന് നിങ്ങളെങ്ങനെ ഉറപ്പിച്ചത്? ചിത്ര പുരുകുയർത്തി. ഡോക്ടർ നിസാമുദ്ദീൻ കൂടി. അവൻ പറഞ്ഞു തീർന്നതും ഒരു ഞെട്ടലിൽ കൂടി അവനിൽ നിന്നും കൈ പിൻവലിച്ചവൾ. ഡോക്ടർ നിസാമുദ്ദീൻ? അയാളല്ലേ അവിടെ? അയാളല്ലേ ടി വിയിൽ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കിച്ച. അയാൾക്ക് എന്തു ബന്ധമാണ് നമ്മളുമായിട്ട്? ചിത്ര ആകപ്പാടെ സംശയത്തോടെ നോക്കുമ്പോൾ കിച്ചൻ മെല്ലെ ചിരിച്ചു. അയാൾ കൂടിയാണ് ചിത്രേച്ചി ഞങ്ങൾ പൂർണ്ണമായും ഹർഷനിലെത്തിയത്. കിച്ചൻ്റെ കണ്ണുകൾ ദൂരേക്ക് ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ ചിത്ര അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്താണ് അവൻ പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടെ. ഹർഷനിലേക്ക് ഞാൻ വന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം പുറകോട്ട് സഞ്ചരിക്കണം. ശ്വാസമൊന്ന് എടുത്തു വിട്ടുകൊണ്ട് കിച്ചൻ ചിത്രയെ നോക്കി. ചിത്രേച്ചിക്ക് അറിയാലോ ചെറുപ്പം മുതലുള്ള എൻ്റെ സ്വഭാവം.
സുധിയെപ്പോലെ ആയിരുന്നില്ല. അല്പം കുരുത്തക്കേടും ബഹളവും വെച്ച് നടക്കുന്ന ഒരു പയ്യൻ. കിച്ചൻ നേരത്തെ ചിരിയോടെ പറഞ്ഞതും ചിത്രയും ചിരിയോടെ മെല്ലെ തലകുലുക്കി. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയുള്ള പയ്യൻ സ്വാഭാവികമായും ആരെയായിരിക്കും റോൾ മോഡലാക്കുക? കിച്ചൻ്റെ പുരികം ചോദ്യം പോലെ ഉയർന്നതും ചിത്ര ചിരിയോടെ പുരികം ചുളുക്കി. ഏതെങ്കിലും സൂപ്പർ ഹീറോസ് ആയിരിക്കും. അങ്ങനെ വരാനല്ലേ വഴിയുള്ളൂ. കറക്റ്റ്. ബുള്ളറ്റ് കൊണ്ട് പറക്കുന്ന, മുടിയിൽ ചായം പൂശിയ, ആരെയും കൂസാതെ തൻ്റെ ഉള്ളവൻ. അവൻ്റെ ചുണ്ടിൽ ബന്ധുക്കളെ ഒളിപ്പിച്ച് കത്തുന്ന സിഗരറ്റ് കൂടി ഉണ്ടെങ്കിൽ ആ പ്രായത്തിലുള്ള ആരായാലും ഒന്നങ്ങോട്ട് ചായും. അയാളായിരിക്കും അവരുടെ സൂപ്പർ ഹീറോ. അങ്ങനെ എനിക്കും ഉണ്ടായി ഒരു സൂപ്പർ ഹീറോ, ഹർഷൻ. കിച്ചൻ്റെ കണ്ണുകൾ ഹർഷൻ്റെ ബുള്ളറ്റിലാണ് തറഞ്ഞു നിൽക്കുന്നത്. മോനെ! ആ നിമിഷം ചിത്രയിൽ അതിശയവും ആകാംക്ഷയും നിറഞ്ഞു. സത്യമാണ് ചിത്രേച്ചി, അന്നത്തെ എൻ്റെ പ്രായമാണിത്. ഇന്ന് അമ്പാടി ആ ബുള്ളറ്റ് നോക്കി നിന്നതുപോലെ അന്ന് അടിവാരം കയറി വരുന്ന അവൻ്റെ ബുള്ളറ്റാണ് ആദ്യം എന്നെ ഭ്രമിപ്പിച്ചത്. അതിലൊന്ന് തൊടാൻ, അതിലൊന്ന് കയറാൻ ഞാൻ കൊതിച്ചു. ആ ആഗ്രഹം പലപ്പോഴായി അവൻ സാധിച്ചു തന്നു. ഹർഷൻ, ആർക്കും അവന് സംശയമില്ലല്ലോ. പക്ഷെ അന്നും എൻ്റെ സുധി എന്നെ പലപ്പോഴും വിലക്കി. അവൻ ആള് ശരിയല്ല, അവൻ്റെ കൂടെ ബുള്ളറ്റിൽ കറങ്ങാൻ പോകണ്ടെന്ന് പറയും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെ ബൈക്ക് എടുത്തു ദൂരെയെങ്ങും പോകാതെ നോക്കിയാൽ മതിയെന്ന് പറയും. അന്നെനിക്ക് എൻ്റെ സുധിയോടും അവൻ്റെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിനോടും പുച്ഛമായിരുന്നു. അന്നത്തെ 16 വയസ്സുകാരൻ്റെ ചിന്താഗതി അതങ്ങനെയൊക്കെയാണ്. ഹർഷൻ ഒരുപാട് എന്നെ സുധിയെ ഉപദ്രവിച്ചു. വളരെ ചെറുതിലേ എൻ്റെ കൈയൊക്കെ പിടിച്ച് ഓടിച്ചിട്ടുണ്ട്. സുധിയുടെ മൂക്കിൻ്റെ പാലം തകർത്തിട്ടുണ്ട്. എന്നിട്ടും അവന് പിന്നാലെ ഞാൻ പോകാൻ. അതിനൊരു കാരണമെന്ന് പറയുന്നത് ആയിരിക്കുന്ന കുന്തത്തോടുള്ള ക്രൈസായിരുന്നു. കിച്ചൻ്റെ കണ്ണുകൾ വീണ്ടും ഹർഷൻ്റെ ബുള്ളറ്റിൽ ചെന്ന് നിന്നു. അന്നും പതിവ് പോലെ ഹർഷൻ ബുള്ളറ്റ് വരുമ്പോൾ പുറകിലൊരാളുണ്ടായിരുന്നു. ആരും അറിയാതെ പോയ ഒരാൾ. ആര്? ചിത്ര പുരുകുയർത്തുമ്പോൾ കിച്ചൻ്റെ ഓർമ്മകൾ കുറേ വർഷം പുറകോട്ട് പോയി. ലക്ഷ്മിയുടെ വീടിൻ്റെ ഇറയത്ത് സരോജമ്മ ഒരുക്കി വെച്ച ചീനിപ്പൂളും പുഴമീൻ മുളകിട്ടതും കൂട്ടിക്കഴിക്കുന്ന 16 വയസ്സുകാരൻ. അവൻ്റെ അടുത്ത് അതേ പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരി കഴിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ലച്ചു. കിച്ചൻ്റെ പാത്രത്തിലെ വലിയ മീൻ കഷ്ണത്തിലേക്ക് അവൻ കാണാതെ കൈയെത്തിച്ചതും വായിലേക്ക് വെച്ച ചീനിപ്പൂള് പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ കയ്യിൽ ആയത്തിൽ കടിച്ചവൻ. അമ്മേ, ഇത് കണ്ടോ ഈ കിച്ചേട്ടൻ? കൈത്തണ്ടയിൽ പറ്റിയ മുളക് ചാറ് നീട്ടിപ്പിടിച്ച് വലിയ വായിൽ അമറി പെണ്ണ്. നിനക്ക് നിന്റെ പാത്രത്തിൽ നിന്ന് എടുത്താൽ പോരെ, മറ്റുള്ളവൻ്റെ പാത്രത്തിൽ കൈയിട്ട് വാർന്നോടി. കിച്ചൻ ദേഷിച്ചു നോക്കിയതും പല്ല് കടിച്ചു പെണ്ണ്. പോട പട്ടി, നീ പൊടി പട്ടി. തിരികെ വിളിച്ചവൻ തിരിയുമ്പോൾ സരോജമ്മ അടുക്കളയിൽ നിന്ന് 2 ഗ്ലാസ് ചായയുമായി പുറത്തേക്ക് വന്നു. എന്തിനാ എൻ്റെ ലച്ചു ഇങ്ങനെ കിടന്ന് അമർന്നേ? അമ്മ ഇത് കണ്ടോ? കിച്ചേട്ടന് വലിയ മീനും എനിക്ക് ചെറുതും. അകത്ത് വേറെ ഉണ്ടല്ലോ, അതെനിക്ക് തരൂ. കുറുമ്പോടെ പെണ്ണ് ചോദിക്കുമ്പോൾ ആ ഗ്ലാസ് താഴെ വെച്ച് അവർക്കൊപ്പം ഇരുന്ന സരോജമ്മ. അയ്യടി, അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അതിൻ്റെ സുതിക്കുള്ളതാ. അവൻ കോളേജിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാ. ഇന്നേ അവന് മികച്ച കവിതയ്ക്കുള്ള സമ്മാനം കിട്ടും കോളേജിൽ നിന്ന്. സമ്മാനം കിട്ടിയ മീൻകറിയാണോ അമ്മായി കൊടുക്കുന്നേ? കിച്ചൻ കുറുമ്പോടെ വിരൽ നക്കിയതും അവൻ്റെ തലയിലൊന്ന് തട്ടിയവർ. പോടാ, കുരുത്തക്കേട് പറയാതെ. അവൻ ഒത്തിരി ഇഷ്ടമാണ് ചീനിപ്പുഴുക്കും പുഴമീൻ മുളകിട്ടതും. രാവിലെ അമ്മാവൻ പുഴമീൻ വാങ്ങി വന്നത് കണ്ടപ്പോൾ പറഞ്ഞതാ വെച്ചേക്കണമെന്ന്. നല്ല മുഴുത്ത കഷ്ണം നോക്കി എൻ്റെ കൊച്ചിന് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ സൂതിയേട്ടനോടാ ഇഷ്ടം. ലച്ചു കുറുമ്പ് പറഞ്ഞതും ഒരു ഗ്ലാസ് ചായ അവൾക്ക് നേരെ നീട്ടിയവർ. അച്ഛനില്ലാതെ വളരുന്ന കൊച്ചാ. അവൻ്റെ ആഗ്രഹങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് സാധിച്ചു കൊടുക്കും. അതിനാരും ഇവിടെ കുശുമ്പെടുത്തിട്ട് കാര്യമില്ല. സരോജമ്മ പറഞ്ഞു തീർന്നതും ഒരു ബുള്ളറ്റ് വീടിന് മുൻപിലേക്ക് ചീറിപ്പാഞ്ഞു വന്നു.
ഇതാരാ? കണ്ണ് പിടിക്കാതെ എറിയത്തൂന്ന് സരോജമ്മ പുറത്തേക്ക് തലയിട്ടു. ആ സമയം അയാളുടെ ബുള്ളറ്റിലും അയാളുടെ അലക്കാത്ത ജീൻസിലും വില കൂടിയ ഫാൻസി ഷൂവിലും തലയിലിരിക്കുന്ന ചെത്ത് ഹെൽമെറ്റിലുമൊക്കെയാണ് കിച്ചൻ്റെ കണ്ണുകൾ പോയത്. ആ സമയം അയാൾക്ക് പിന്നിലിരിക്കുന്നവനിലേക്ക് പോയി ലച്ചുവിൻ്റെ കണ്ണുകൾ. ഹർഷേട്ടൻ, അമ്മേ, ഹർഷേട്ടനാണ്. പുറയിലിരിക്കുന്നവനെ കണ്ടതും ലച്ചുവിനെ നിഷ്കളങ്കമായ ബാല്യം പുറത്തേക്ക് ചാടി. വാ അണ്ണ, നമ്മുടെ സ്വന്തം വീടാ. ഹർഷൻ പുറകെ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ ഹെൽമെറ്റ് ഊരി. ഇതാരാ മോനെ? സരോജമ്മ പുറത്തേക്ക് വരുമ്പോൾ ഹർഷൻ കുഞ്ഞു ലച്ചുവിൻ്റെ തോളിക്കൂടി കൈ ചേർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. എൻ്റെ കൂട്ടുകാരനെ അപ്പച്ചി, ഡൽഹി ഡോക്ടറാ, നിസാമുദ്ദീൻ. ഹർഷൻ പറയുമ്പോൾ കിച്ചൻ ഓടിപ്പോയി കൈ കഴുകി വന്ന് ആ ബുള്ളറ്റിൽ ഒന്ന് തഴുകി. പുതിയ ബുള്ളറ്റാണോ ഹർഷേട്ടാ? അവൻ്റെ ചോദ്യത്തിൽ ഹർഷൻ മെല്ലെ തലചരിച്ചു. ഇതെൻ്റെ അല്ലടാ, അണ്ണൻ്റെയാ. അണ്ണൻ ഇതുപോലെ വേറെയും വണ്ടികളുണ്ട്. വണ്ടിപ്രാന്തനാണ്. ചുമ്മാ. കിച്ചൻ കുറുമ്പോടെ അയാളെ നോക്കുമ്പോൾ അവനെ വേറൊരു ഭാവത്തിലാണ് അയാൾ നോക്കിയത്. ഈ ഭ്രാന്ത് മാത്രമല്ല, വേറെയും ഭ്രാന്തുണ്ട്. മോൻ ഈ വണ്ടി ഇഷ്ടായോ? പതുക്കെ അവൻ്റെ പൊടിമീശയിൽ അയാൾ തഴുകുമ്പോൾ അതിനർത്ഥം മനസ്സിലാകാതെ ആ കൈ പതുക്കെ മാറ്റി വീണ്ടും വണ്ടിയിൽ ശ്രദ്ധിച്ചു കിച്ചൻ. ആ നിമിഷം ഹർഷൻ അയാളെ നോക്കി വേറെ എന്തോ അർത്ഥം വെച്ചതുപോലെ ചിരിച്ചു. ഓടിച്ചു നോക്കണോ ബുള്ളറ്റ്? അയാളുടെ ചുണ്ടുകളിൽ ശൃംഗാരവും കണ്ണുകളിൽ വശ്യതയും നിറഞ്ഞു. അത് കിച്ചൻ്റെ പൊടിമീശയ്ക്ക് താഴെയുള്ള നനുത്ത ചുണ്ടിനെ കൊതിയോടെ നോക്കി. വേണം, തരുമോ? ദൂരെങ്ങും പോവല്ലേ, ദേ ഈ റോഡിൽ മാത്രം. കിച്ചൻ അയാളെ ശ്രദ്ധിക്കാതെ വണ്ടിയിൽ മാത്രം ശ്രദ്ധയൂന്നി. വേണ്ട വേണ്ട, ചെറുക്കനൊന്നാതെ നേരെ ചൊവ്വ ഓടിക്കാൻ അറിയില്ല, പിന്നെ ലൈസൻസും ഇല്ല. ചിറ്റപ്പനറിഞ്ഞ കൊല്ലും. സരോജമ്മ ഇടയിൽ കയറിയതും കിച്ചൻ്റെ മുഖം വാടി. എൻ്റെ അപ്പച്ചി, ഇങ്ങനെയൊക്കെയല്ലേ പിള്ളേർ പഠിക്കുന്നേ? വളർന്നു വരുന്ന ചെറുക്കനെ വെറും പഴംപിഴിഞ്ഞാക്കാതെ. വേറെ ഒരെണ്ണത്തിനെ നിങ്ങളെല്ലാം കൂടി പറഞ്ഞു പറഞ്ഞ് വെറും പോഴനാക്കി. ഇനി ഇവനെ കൂടി അങ്ങനെ ആക്കാനാണോ പ്ലാന്? ഹർഷനിൽ നിന്നും തനിക്ക് അനുകൂലമായത് കേട്ടതും ആ കൊച്ചു പൊടിമീശക്കാരൻ്റെ മുഖം തെളിഞ്ഞു. കണ്ണുകൾ ആവേശത്തോടെ ഹർഷനി ചെന്ന് നിന്നു. നീ ഓടിച്ചോടാ, നമ്മുടെ അണ്ണൻ്റെ വണ്ടിയല്ലേ. അണ്ണ കൊടുക്ക്, ചെറുക്കൻ 1-2 റൗണ്ട് ഓടിക്കട്ടെ. ഹർഷൻ പറഞ്ഞതും നിസാമുദ്ദീൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആ നിമിഷം അയാളുടെ ഹെൽമെറ്റിൽ പിടിച്ചു കിച്ചൻ. വെച്ചോ. അയാൾ ചിരിയോടെ അതിലേറെ വശ്യതയോടെ പറഞ്ഞതും ആവേശത്തിൽ ആ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് കിച്ചൻ വണ്ടിയിലേക്ക് ചാടിക്കയറി. കിച്ചേട്ട ഞാനും. കുഞ്ഞു ലച്ചു ഓടി വരുമ്പോൾ കിച്ചണിലെ കൗമാരക്കാരനിൽ വീണ്ടും ആവേശം ഉണർന്നു. ദേ കിച്ച, രണ്ടും അമ്മാവൻ വരുന്നതിന് മുമ്പ് വണ്ടിയും കൊണ്ട് വന്നേക്കണം. എവിടെയെങ്കിലും തട്ടി വീണാലേ അതിനുള്ള വഴക്കൂടി കേൾക്കേണ്ടത് ഞാനാണ്. സരോജമ്മ വിളിച്ചു പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കിച്ചൻ വണ്ടി പറപ്പിച്ചു കഴിഞ്ഞു. എടി, ആ ഉണക്കക്കവി സമ്മാനവും പൊക്കി പിടിച്ചോണ്ട് വരുമ്പോൾ ഇതൊന്നും എഴുന്നള്ളിക്കരുത്, പിന്നെ ഉപദേശമായിരിക്കും. അതിന് കൂട്ടു നിൽക്കാൻ നിന്റെ അമ്മയും കാണും. തിരികെ വന്ന ശേഷം കിച്ചൻ വണ്ടി സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ലച്ചു മെല്ലെ തലയാട്ടി. ആ, ഇത്ര പെട്ടെന്ന് റൈഡർമാർ തിരിച്ചു വന്നോ? സരോജമ്മ കൊടുത്ത ചീനിയും മീൻ മുളകിട്ടതും വടിച്ചു നക്കിക്കൊണ്ട് വരാന്തയിൽ നിന്ന് ഇറങ്ങി വന്നു ഹർഷൻ. കവിക്ക് വെച്ച മീനാ ദേ ഇങ്ങേര് കഴിക്കുന്നത്. കിച്ചൻ ചുണ്ടു കൂട്ടിപ്പിടിച്ച് പതുക്കെ പറയുമ്പോൾ ലച്ചു നിസാമുദ്ദീൻ്റെ പാത്രത്തിൽ നോക്കി ചിരിയടക്കി. ശേഷം സരോജമ്മയെ നോക്കി. താടിക്ക് കൈ കൊടുത്ത് തൂണിച്ചാരി നിൽപ്പുണ്ടവർ. കൊള്ളാം, ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല. പുഴമീൻ, ആഹാ എന്താ ടേസ്റ്റ്. അയാളത് നക്കി പിടിക്കുമ്പോൾ കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ലക്ഷ്മിയെ നോക്കി. പാവം സുധിക്ക് വേണ്ടി മാറ്റിവെച്ചതാ അയാളീ നക്കി തിന്നുന്നത്. നമുക്കുമല്ലായിരുന്നെങ്കിൽ അമ്മായി ചൂലെടുത്ത് കൂട്ടിയനെ. കിച്ചണിൽ ലച്ചുവും അർത്ഥം വെച്ച് നോക്കുമ്പോൾ സരോജമ്മ മുഖം വെട്ടിച്ചുകൊണ്ടാണ് അയാളുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിയത്. അപ്പച്ചി, ഇപ്പം പുഴയിൽ പഴയ പോലെ മീൻ കിട്ടാറില്ലെന്ന് കേട്ടു, നേരാണോ? ഹർഷൻ ടവൽ കൊണ്ട് മുഖം തുടിച്ച് അവർക്കടുത്തേക്ക് വന്നു. അതേടാ മോനെ, പണ്ട് സീസണാകുമ്പോൾ നമ്മുടെ ആൾക്കാരല്ലേ പിടിക്കുന്നേ, നമുക്കിഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. അവറ്റകൾ മുട്ട പോലും ഇടാൻ സമ്മതിക്കില്ല.
അതുങ്ങളെ മുഴുവൻ പിടിച്ചോണ്ട് പോകും. മുട്ടപ്പരുവത്തിനുള്ളതിനാണ് കൂടുതൽ ടേസ്റ്റ്. ആസ്വദിച്ച് തിന്നാൻ പറ്റും അല്ലേടാ കുട്ട? കൈ കഴുകി വന്ന നിസാമുദ്ദീൻ കിച്ചൻ്റെ കുറ്റിത്താടിയിൽ കൂടി നനഞ്ഞ വിരലൊടിച്ചു. ആ, എനിക്കറിയില്ല. പതുക്കെ അയാളുടെ കൈ തട്ടി മാറ്റി സരാജമ്മയുടെ അടുത്തേക്ക് വന്നു കിച്ചൻ. മോനേതാ? ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെയുള്ളതാണോടാ ഹർഷ? നിസാമുദ്ദീനെക്കുറിച്ച് അറിയാനായി സരോജമ്മ ആകാംക്ഷയോടെ നോക്കുമ്പോൾ ബുള്ളറ്റിൽ നിന്നും ഒരു ചൂണ്ട സെറ്റ് ചെയ്ത് അവർക്കടുത്തേക്ക് വന്നു ഹർഷൻ. അപ്പച്ചിക്ക് അറിയാൻ വഴിയില്ല. നമ്മുടെ അവിടെ നിന്ന് കുറച്ച് കിഴക്ക് മാറിയ ഇവരുടെ താമസം. അണ്ണനെ കാണാൻ ഒട്ടും വഴിയില്ല. അണ്ണൻ പഠിച്ചതും വളർന്നതും ഒക്കെ കുവൈറ്റിലാണ്. +2 ആയപ്പോഴാണ് നാട്ടിൽ വന്നേ. പിന്നെ ബാംഗ്ലൂർ മെഡിസിന് ചേർന്നു. ഞാൻ പറഞ്ഞു കേട്ട് ഇവിടെയൊക്കെ കാണാൻ എൻ്റെ കൂടെ വന്നതാ. ആഹാ, അത് ശരി. നാട് കാണാൻ ഇറങ്ങിയതാണോ കൂട്ടുകാരൻ്റെ കൂടെ? കാണാനാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട് കുഞ്ഞ്. ആ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ നാട്. നിസാമുദ്ദീൻ ചുറ്റും നോക്കി. മോനപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ആ നിമിഷം സരോജമ്മ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ അയാൾ ഒന്നും ഞെട്ടി. ഹർഷൻ്റെയും അവൻ്റെയും കണ്ണുകൾ പരസ്പരം കോർക്കുന്നത് എന്തിനെന്നറിയാതെ കിച്ചനും വിളിച്ചു പുരികം കോർപ്പിച്ചു. ഏയ്, അണ്ണൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അപ്പച്ചി. ഒരുപാട് നാളായി വരണമെന്ന് പറയുന്നു. പിന്നെ ഈ കമ്പ്യൂട്ടറിൽ ഇവിടുത്തെ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അറിവും അല്ലേ അണ്ണ? ഹർഷൻ ചോദിക്കുമ്പോൾ അയാൾ വിയർപ്പൊപ്പി തല മെല്ലെ കുലുക്കി. ഞാനും സത്യത്തിൽ മടിച്ചതാ അപ്പച്ചി ഇങ്ങോട്ടൊക്കെ വരാൻ. കാത്തൂൻ്റെ ഓർമ്മകൾ അതൊരു നൊമ്പരമാണ്. ഹർഷൻ്റെ കണ്ണുകൾ പതിയെ കിച്ചണിലേക്ക് നീണ്ടതും തല പതുക്കെ താഴ്ത്തി അവൻ. കൂടെ കളിച്ച് നടന്നവളല്ലേ, ഇവൻ്റെ ചേച്ചിയായിരുന്നണ്ണ. പുഴയിലെ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാ. ഹർഷൻ പതുക്കെ അവനെ ചേർത്ത് പിടിച്ചു. പോട്ടട മോനെ, അവക്കത്ര ആയുസേ ദൈവം കൊടുത്തുള്ളൂ. അങ്ങനെ നമുക്ക് വിചാരിക്കാം. പോയവർ പോയി, നമുക്ക് ജീവിക്കാതെ പറ്റുമോ? ഹർഷൻ്റെ ആശ്വാസവാക്കുകളിൽ വീണ് സരോജമ്മ കണ്ണുനീർ തുടയ്ക്കുകയാണ്. ആ, അങ്ങനെ സമാധാനിക്കാനല്ലേ കുഞ്ഞെ നമുക്ക് പറ്റൂ. വർഷം ഇത്രയായിട്ടും ആ ദുഃഖത്തിൽ നിന്ന് ആരും ഇതുവരെ കര കയറിയിട്ടില്ല. ആ കൂട്ടത്തിൽ റഹീമിൻ്റെ അവസ്ഥയും നിനക്കറിയും. നമ്മുടെ സൈനബാടെ ഭർത്താവ്. ആ, അറിയാം ചേച്ചി, അറിയാം അപ്പച്ചി. അയാൾക്കെന്തോ അപകടം പറ്റി കിടക്കുമല്ലേ, ഇതുവരെ എഴുന്നേറ്റില്ലേ? അച്ഛൻ പറയുന്ന കേട്ടിരുന്നു. ഹർഷൻ നിസാമുദ്ദീനെ പാളിയൊന്ന് നോക്കി. ആ, എന്തോ ചെയ്യാനാ മോനെ, ആ പെണ്ണിൻ്റെ കാര്യം ഭയങ്കര കഷ്ടം. അങ്ങേരും മരം വെട്ടിയും കൂപ്പിൽ തടി ചുമന്നുമാണ് അതിനെ നോക്കിയിരുന്നത്. ഒന്ന് പുറത്തോട്ട് പോലും പോകേണ്ട കാര്യം ഇല്ലായിരുന്നത്രേ. ഇപ്പതേ അവനുള്ള മരുന്നിനും ആഹാരത്തിനും വേണ്ടി ഓട്ടോ അല്ലേ. വെളുപ്പിനെ പോകും, വീടുകളിൽ പയ്യനെ കറക്കാനും മറ്റും. അത് കഴിഞ്ഞ് മേലേപ്പാട്ട് സഹായത്തിന് പോകും. അതിനിടയിൽ ഓടി വന്ന് റഹീമിൻ്റെ കാര്യം നോക്കണം. പിന്നെയും വൈകുന്നേരം പയ്യനെ കറക്കാൻ പോകണം. അല്ലാത്ത പണികൾക്ക് ആരെങ്കിലും വിളിച്ചാൽ അതിനും പോകണം. കഷ്ടം തന്നെയാണ്. വർഷം ഇത്രയും ആയില്ലേ ആ കിടപ്പ് കിടക്കുന്നു. ഇനി അത് എണീക്കൊന്നുമില്ല. പറഞ്ഞുകൊണ്ട് സരോജമ്മ അകത്തേക്ക് കയറുമ്പോൾ ഹർഷനും നിസാമുദ്ദീനും പരസ്പരം ചുണ്ടുകൂട്ടി ചിരിച്ചു. ആ, അതൊക്കെ വിട്. നമ്മളെന്തിനാ അവരുടെ കാര്യമൊക്കെ നോക്കുന്നത്? നമുക്ക് കുറച്ച് പുഴമീനും പിടിച്ചു വരാം. അപ്പച്ചി നല്ല മുളകിട്ട് വറ്റിച്ചു തരും. അത് കഴിച്ച് ഇവിടെ കൂടി നാളെ പോയാൽ പോരെ എണ്ണ? ഹർഷൻ പാളി നോക്കുമ്പോൾ നിസാമുദ്ദീൻ്റെ കണ്ണുകൾ കിച്ചണിലാണ്. 2 ദിവസം എടുത്താലും കുഴപ്പമില്ല. മൊത്തം ഒന്ന് ആസ്വദിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ, പോരെ? നിസാമുദ്ദീൻ്റെ കണ്ണുകൾ കിച്ചനെ ആകമാനം ഒന്നൊഴിഞ്ഞു. അണ്ണൻ കേറ്. നേരത്തെ ശൃംഗാരച്ചെരിയോടെ ഹർഷൻ ബുള്ളറ്റ് കയറി കിച്ചനെ നോക്കി. എടാ, നീ വരുന്നോ മീൻ പിടിക്കാൻ? ആ ചോദ്യം കേൾക്കേണ്ട താമസം ആവശ്യത്തോടെ ഓടി ഹർഷൻ അടുത്തേക്ക് വന്നു കിച്ചൻ. എന്നാ നടുക്ക് കയറിക്കോ. ഹർഷൻ പറഞ്ഞതും നിസാമുദ്ദീനും ഹർഷനും നടുക്കായി ഹർഷൻ കൊടുത്ത ചൂണ്ടയുമായി കയറിയവൻ. എടാ ചെറുക്ക, നമ്മുടെ അണ്ണന് നല്ല മുട്ടയിടാൻ പരുവത്തിലുള്ള മീനെയാണ് ഇഷ്ടം. നിനക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ബുള്ളറ്റ് മുൻപോട്ട് പോകുന്ന അനുസരിച്ച് ഹർഷൻ തല മെല്ലെ ചിരിച്ചു. എന്താ ഹർഷേട്ടാ? ആ ചോദ്യത്തിന് അർത്ഥം മനസ്സിലാവാതെ വീശിയടിക്കുന്ന കാറ്റ് കിച്ചൻ്റെ ശബ്ദം ഉയർന്നു.
തുടരും.